നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു കുടുംബം എന്താണ് എന്ന് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം കേരളത്തിന് കാട്ടിക്കൊടുത്ത ദിവസങ്ങൾ. മകളുടെ സ്ഥാപനത്തിൽ നിന്ന് പണം മോഷ്ടിച്ച ജീവനക്കാരികളെ അവർ കയ്യോടെ പൊക്കുക മാത്രമല്ല, ഇപ്പോൾ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ദുർബലയും ക്ഷീണിതയുമായ ഒരു ഗർഭിണി, എന്നാൽ മുറിവേറ്റ കടുവയെപ്പോലെ അവൾ മാറിയെന്ന് ദിയ കൃഷ്ണയെക്കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണകുമാർ പറയുന്നു. മുറിവേറ്റ കടുവയെപ്പോലെ ശക്തയായ ഒരു സ്ത്രീയെ കേരളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. എൻ്റെ ഭർത്താവ് കൃഷ്ണകുമാർ എന്ന കിച്ചു. ഒരു പുരുഷൻ കുടുംബത്തിന് എങ്ങനെ കൂടുതൽ കരുത്തു പകരും എന്നത് കേരളത്തിന് കാട്ടിക്കൊടുത്തു. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തനായ അച്ഛനായിരുന്നു കൃഷ്ണകുമാർ എന്നും ഇപ്പോൾ സിന്ധു കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. നിന്റെ പ്രസവത്തിന് മുമ്പുള്ള അവസാന ദിവസങ്ങൾ ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെ ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ദുർബലയും ക്ഷീണിതയുമായ ഞങ്ങളുടെ മകൾ മുറിവേറ്റ കടുവയെപ്പോലെ കേരളത്തിന് മുന്നിൽ നിന്നു. ആളുകളെ അന്ധമായി വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ അവൾ മുറിവേറ്റ കടുവയെപ്പോലെ ശക്തയായ ഒരു സ്ത്രീയായി മാറി. ഞങ്ങളുടെ കുടുംബം പരസ്പരം എങ്ങനെ ശക്തമായി നിലകൊണ്ടു എന്ന് കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞു. നിങ്ങളുടെ സഹോദര ബന്ധം എൻ്റെ മനസ്സ് നിറച്ചു. എപ്പോഴും ഓർക്കുക, അമ്മുവും ഇഷാനിയും ഹൻസുവും എപ്പോഴും നിനക്കൊപ്പമുണ്ടാകും. സിന്ധു കൃഷ്ണകുമാറിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ്. നടൻ ജി കൃഷ്ണകുമാർ കട്ടയ്ക്ക് നിന്നതോടെ പോലീസ് നേരായ വഴിക്ക് തങ്ങളുടെ അന്വേഷണം കൊണ്ടുപോകാൻ നിർബന്ധിതരായി. ഒടുവിൽ ഇപ്പോഴിതാ കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്ന് വനിതാ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് QR കോഡ് വഴി കടത്തിയത് 66 ലക്ഷം രൂപ. ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് കണ്ടെടുത്തു. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് സുപ്രധാനമായ ഈ വിവരം പോലീസിന് ലഭിച്ചത്. ഈ പണം അവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും പോലീസ് കണ്ടെത്തി. ശക്തമായ തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിച്ചതോടെ ജീവനക്കാരുകളുടെ മൊഴിയെടുക്കാനായി തിങ്കളാഴ്ച രാത്രി പോലീസ് അവരുടെ വീടുകളിൽ എത്തി. എന്നാൽ അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല, മുങ്ങിക്കളഞ്ഞു എന്നാണ് ബന്ധുക്കളും അയൽക്കാരികളും പറയുന്നത്. 3 പേരും സ്ഥലത്തില്ല എന്ന് മ്യൂസിയം SI വിപിൻ പറയുന്നു. 66 ലക്ഷം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചു എന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു. ഈ പണം എങ്ങനെയാണ് ഇവർ ചെലവാക്കിയത് എന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞില്ല. അന്വേഷണം ശക്തമാക്കിയെന്ന് പോലീസ് പറയുന്നു. ഇതോടെ മൂവർ സംഘം പ്രചരിപ്പിച്ചിരുന്ന എല്ലാ കള്ളക്കഥകളും പൊളിഞ്ഞടുങ്ങുന്നു. നികുതി വെട്ടിപ്പിനായി ദിയ പറഞ്ഞതനുസരിച്ചാണ് ഈ പണം തങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്ന ജീവനക്കാരികളുടെ വാദം പൂർണ്ണമായി പൊളിഞ്ഞു. എന്നാൽ പലപ്പോഴും പണം പിൻവലിച്ചതിന്റെ രേഖകൾ പ്രാഥമിക പരിശോധനയിൽ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് പണം ചെലവഴിച്ചതിന്റെ രീതി നോക്കി പോലീസ് മനസ്സിലാക്കി. ദിയ കൃഷ്ണയുടെ ഓഡിറ്ററോടും സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശിച്ചു. സ്ഥാപനം നികുതി അടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ കൊണ്ടുവരണമെന്നാണ് പോലീസ് ഓഡിറ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും കൃഷ്ണകുമാറും പ്രതികരിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് നികുതി അടച്ചതിന്റെ രസീതുകൾ കൊണ്ടുപോകേണ്ട ആവശ്യം തങ്ങൾക്കില്ല. സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന പരാതി വീണ്ടും കൃഷ്ണകുമാർ ഉന്നയിച്ചു. താൻ ഇതുവരെ BJP നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ സഹായം തേടിയിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് വഴിയാണ് ബന്ധപ്പെട്ടത് എന്നും കൃഷ്ണകുമാർ പറയുന്നു. മുൻകൂർ ജാമ്യത്തിന് കൃഷ്ണകുമാറും മകൾ ദിയയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി വെള്ളിയാഴ്ച വാദം കേൾക്കും. കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു, ലൈംഗിക പീഡനം വരെ നടത്തും എന്ന് ഭയപ്പെടുത്തിയെന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. തുടർന്നാണ് ഇരുവർക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത്. തുടക്കം മുതൽ മാധ്യമങ്ങൾ കള്ളക്കേസാണ്, ഇതൊരു കള്ളപ്പരാതിയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെയും കുടുംബത്തെയും അകമഴിഞ്ഞ് പിന്തുണച്ച കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയുന്നു എന്ന് കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാന കൃഷ്ണയും ദിയ കൃഷ്ണയും. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായിരുന്നു. എന്നാൽ ആ ഇരുട്ട് അനുഭവപ്പെടാതെ തെളിച്ചമുള്ളതാക്കിയത് കേരളത്തിലെ ജനങ്ങളായിരുന്നു എന്നും അഹാന കുറിക്കുന്നു. തനിക്കും കുഞ്ഞിനും കുടുംബത്തിലെ എല്ലാവർക്കും കഠിനമായിരുന്ന ദിവസങ്ങൾ. കേരളത്തിലെ ജനങ്ങളുടെ നിരുപാധിക പിന്തുണ കൊണ്ടാണ് ഇതൊക്കെ മറികടക്കാൻ സാധിച്ചത് എന്ന് ദിയ കൃഷ്ണ കുറിക്കുന്നു. ഞങ്ങൾ കേസുമായി മുന്നോട്ടു പോകുന്നു, അതിന് എല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ദിയ കൃഷ്ണയുടെ ആഭരണശാലയായ OBI OCയിലെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്നത് ദിയ കൃഷ്ണ തന്നെയാണ്.
തുടർന്ന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാർ അടക്കം രംഗത്ത് വന്നിരുന്നു. ജീവനക്കാരികൾക്കെതിരെ ആദ്യഘട്ടത്തിൽ പരാതിക്കൊരുങ്ങിയിരുന്നില്ല കൃഷ്ണകുമാറിന്റെ കുടുംബം. കട്ടെടുത്ത പണം തിരികെ നൽകണമെന്ന് കൃഷ്ണകുമാറും മക്കളും ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 8.5 ലക്ഷം രൂപയാണ് ജീവനക്കാരികൾ അവരെ തിരികെ ഏൽപ്പിച്ചത്. എന്നാൽ മറ്റു പലരുടെയും സ്വാധീനത്തിന് വഴങ്ങി കൃഷ്ണകുമാറിനെതിരെയും മകൾ ദിയ കൃഷ്ണയ്ക്കെതിരെയും ഈ ജീവനക്കാരികൾ വ്യാജ പരാതി നൽകി. ജി കൃഷ്ണകുമാറിനെതിരെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായി ഇതിനെ ചിലർ കണ്ടു. തുടർന്നാണ് ഈ ജീവനക്കാരികളെ ഉപയോഗിച്ച് ചിലർ കളിക്കിറങ്ങിയതും. എന്നാൽ കൃഷ്ണകുമാറും കുടുംബവും കട്ടയ്ക്ക് നിന്നു. തങ്ങളുടെ പക്കൽ കൃത്യമായി ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് മാധ്യമങ്ങളോടവർ വെട്ടിത്തുറന്നു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളുടെ പക്കലെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കണമെന്ന് കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസന്വേഷണം ആരംഭിച്ചതോടെ ജീവനക്കാരികളുടെ എല്ലാ കള്ളക്കഥകളും പൊളിഞ്ഞടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. തുടർന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നെത്തിയ 66 ലക്ഷം രൂപയുടെ കണക്ക് പോലീസിന് ലഭിക്കുന്നത്. ദിയുടെ ആഭരണക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ പല കസ്റ്റമേഴ്സ് തന്നെയാണ് ഈ പണം അയച്ചത് എന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ഈ പണം പിൻവലിച്ച് ദിയയ്ക്ക് കൈമാറിയതിന്റെ യാതൊരുവിധ തെളിവുകളും ജീവനക്കാരുടെ പക്കലില്ല. അവർ ഈ പണം തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചതിന്റെ കൃത്യമായ തെളിവുകളും പോലീസ് വീണ്ടെടുത്തു. 2024 ജനുവരി മുതലാണ് 66 ലക്ഷം രൂപയുടെ ഇടപാടുകൾ വിനീത, ദിവ്യ, രാധാമണി എന്നിവർ വലിയതുറ SBI ബാങ്കിൽ നടത്തിയിരിക്കുന്നത്. ഏത് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴും ഈ പണം തുല്യമായി 3 പേർ വീതിച്ചെടുക്കും. സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ബിൽ ബുക്കിൽ തുക രേഖപ്പെടുത്താറുണ്ട്. ബിൽ ബുക്കും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ പേരിൽ ലഭിച്ച തുക എത്രയാണ് എന്ന് വ്യക്തമാകും. അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ടും ജീവനക്കാർ പണം കൈപ്പറ്റിയതായി ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 3 ജീവനക്കാരികളെക്കുറിച്ചും യാതൊരുവിധ വിവരവും ഇപ്പോഴില്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം. വിനീതയെയും ദിവ്യയെയും രാധാകുമാരിയെയും ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ്. തിടുക്കത്തിൽ കാട്ടിയ ആവേശം ഇപ്പോൾ ജീവനക്കാരികളോ അവരുടെ ഭർത്താക്കന്മാരോ പുറത്തെടുക്കുന്നില്ല. ആകെ അകപ്പെട്ട സ്ഥിതിയിലാണിപ്പോൾ ജീവനക്കാരികൾ. തങ്ങളുടെ കള്ളികളൊക്കെ പൊളിഞ്ഞടുങ്ങി എന്നവർക്ക് ബോധ്യമായി. ഇപ്പോഴിതാ സത്യസന്ധമായ അന്വേഷണം മുന്നോട്ട് പോയാൽ ഈ 3 ജീവനക്കാരികളും അഴിക്കുള്ളിലാകും എന്നതാണ് അവസ്ഥ. തുടക്കത്തിൽ അവർ പെൺകുട്ടികളല്ലേ, അവരുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേയുള്ളൂ. 25 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മാത്രമാണവർ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പരാതി നൽകി സമൂഹത്തിൽ അപമാനിക്കപ്പെടാൻ അവസരമൊരുക്കേണ്ട എന്നായിരുന്നു കൃഷ്ണകുമാർ കരുതിയത്. ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ മട്ടും മാതിരിയുമൊക്കെ മാറിയിരിക്കുന്നു. മകളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്ത് പിന്നീട് തങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയ ഈ യുവതികളെ കൃത്യമായ നിയമ നടപടികളിലൂടെ അഴിക്കുള്ളിലാക്കുമെന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്നത്. അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ താൻ ഏതറ്റം വരെയും പോകും. പെൺകുട്ടികൾ ആണല്ലോ എന്ന് കരുതി ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നായിരുന്നു താൻ ആദ്യഘട്ടത്തിൽ കരുതിയത്. തുടർന്ന് പെൺകുട്ടികൾ തന്റെ മകൾ തെറി വിളിക്കുന്നതടക്കമുള്ള ഓഡിയോ ശബ്ദരേഖകൾ പുറത്തുവിട്ടു. അതിലൊന്നും തനിക്കൊരു വിഷമവുമില്ല. പണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലാണ് മകൾ അവരെ ചീത്ത വിളിച്ചത്. മകളുടെ സ്ഥാനത്ത് താനായിരുന്നു എങ്കിൽ അതിനേക്കാൾ മോശമായി പരുഷമായി സംസാരിച്ചേനെ. പണം പോയ ഒരാൾ ചീത്ത വിളിക്കും, ഞാനായാലും വിളിക്കും. അവൾ ഈ ഫോൺ കോളിൽ രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട ഒരാളുടെ വേദന മനസ്സിലാക്കണം. ഞങ്ങൾ ലോണെടുത്തൊരു ബിസിനസ് തുടങ്ങിയതാണ്. എൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാം. കോടിക്കണക്കിന് സ്വത്തുള്ള ആളൊന്നുമല്ല ഞാൻ എവിടെ നിന്ന് വന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അവൾ അവരെ ചീത്ത വിളിച്ചു. പക്ഷേ ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നത് ഓരോരുത്തരും എടുത്ത പൈസ എത്ര അഭിനയിക്കണം എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആത്മഹത്യ ചെയ്യും എന്ന് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ? കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് അവരുടെ വീടുകളിലെത്തിയപ്പോൾ അവരെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല എന്നതാണ് വീട്ടുകാരുടെ നിലപാട്. ഇതിൽ തന്നെ ഇവർ പറഞ്ഞത് കള്ളമാണ് എന്ന് വ്യക്തമായില്ലേ എന്ന് കേരളത്തോട് കൃഷ്ണകുമാർ ചോദിക്കുന്നു. ഇവർക്കിനി ആരെയും നേരിടാൻ പറ്റില്ല. ഇവരുടെ വീടുകൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഇവരെ കിട്ടും. ടാക്സ് വെട്ടിക്കാനാണ് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത് എന്ന് ചിലർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ടാക്സ് അടച്ച റെസിപ്റ്റുകൾ എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും കുറച്ചു നേരത്തേക്കെങ്കിലും കേരളത്തിൻ്റെ മുന്നിൽ കള്ളന്മാരായി. ഞങ്ങൾ ഒരിടത്തും മോശമായി പെരുമാറിയിട്ടില്ല. ഇന്നുവരെ ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല. ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം.
ഈ വിഷയം വന്നപ്പോൾ ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഈ കേസ് കോടതിയിൽ പോയാൽ നല്ല കാലതാമസമെടുക്കും. പണമൊന്നും തിരിച്ചു കിട്ടുക അത്ര എളുപ്പമല്ല. പൈസ പോകുന്നെങ്കിൽ പോകട്ടെ. ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കാമോ അതൊക്കെ ഞാൻ ചെയ്യും. ഇവർ സമൂഹത്തിന് തന്നെ വലിയ അപകടമാണ്. ഞങ്ങൾ കണ്ട അവരുടെ മുഖം വേറെയാണ്. ഇപ്പോൾ മീഡിയയിൽ കാണിക്കുന്ന മുഖമല്ല അവരുടെ യഥാർത്ഥ മുഖം. കേരളത്തിൽ സർവ്വ സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ നിരവധിയാണ്. ബിസിനസ് തുടങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. ഞങ്ങളുടെ കൺമുന്നിൽ കോടികൾ കൊണ്ടുപോയി എന്നൊക്കെ ചില സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞു. ഇത് കണ്ടുപിടിച്ച ഉടനെ ആ ജീവനക്കാരികളെ വിളിച്ച് എന്നോട് സത്യം പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു കോംപ്രമൈസിലെത്താം. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്ക് നിയമപരമായി നീങ്ങേണ്ടി വരും. അവർ പറഞ്ഞത് 500-ഉം 2000 ഒക്കെയോ എടുത്തിട്ടുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടുകയാണെന്ന്. ദിയ കൃഷ്ണയുടെ ആത്മധൈര്യം തന്നെയാണ് പിന്നീട് ആ ജീവനക്കാരികൾ നക്ഷത്രമെണ്ണാനുള്ള കാരണം. തട്ടിപ്പ് നടത്തി വാദിയെ പ്രതിയാക്കുന്ന ആരോപണം ഉന്നയിച്ച് അതിന് ചില പോലീസുകാരെയും മറ്റ് വക്കീലന്മാരെയും ഒക്കെ കൂട്ടുപിടിച്ച് എത്രയെത്ര സ്ഥാപന ഉടമകളെയാണ് കേരളത്തിൽ ഇങ്ങനെ തറ പറ്റിച്ചിട്ടുള്ളത്. പക്ഷേ കട്ടയ്ക്ക് നിന്ന കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വീഴിക്കാൻ ഈ മൂവർ സംഘത്തിനെന്നല്ല അവരെ സഹായിച്ച ഒരുത്തർക്കും കഴിഞ്ഞില്ല. ശക്തമായ നിലപാട് ഒരു കുടുംബം സ്വീകരിച്ചപ്പോൾ, അവർ ഒരുമിച്ച് നിന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനൊപ്പം കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ നിലയുറപ്പിച്ചു. ഇതോടെ കൃഷ്ണകുമാറും കുടുംബവും വിജയത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഒപ്പം തെളിവുകളുടെ കൂമ്പാരത്തിന് മുന്നിൽ തലയടിച്ച് വീഴുകയാണ് ഇപ്പോൾ ആ മൂവർ തട്ടിപ്പ് സംഘം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.